എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ പറമ്പിൽ നിൽക്കുന്ന ഒരു മൾബറി ചെടിയാണ്. ഈ മൾബറി ചെടിയുടെ ഇലയുടെ ഗുണങ്ങളും ഇത് എങ്ങനെ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെ സംബന്ധിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ ചെടിയുടെ ഗുണങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു ചെടി നമ്മുടെ പറമ്പിലും നട്ടു വളർത്താനായിട്ടൊരു ശ്രമം ചെയ്തത്. ഇപ്പോൾ നന്നായിട്ട് തഴച്ചു വളർന്ന നല്ല തളിരിലകളുള്ള ഒരു മൾബറി ചെടി നമ്മുടെ പറമ്പിലുമുണ്ട്. ഒത്തിരി വളർന്നു പോകാതെ ഇതിൻ്റെ കമ്പുകൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ പുതിയ നാമ്പുകൾ പൊട്ടി വരികയും നല്ല തളിരിലകൾ നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ മൾബറി ഇലയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. മൾബറി ഇലകളിൽ കാണുന്ന ചില സംയുക്തങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഷുഗർ രോഗത്താൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ മൾബറി ഇല ഉപയോഗിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനായിട്ട് അത് സഹായകമാണ്. കൂടാതെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. നമ്മുടെ എല്ലാം ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ ധാരാളമായിട്ട് അടിഞ്ഞുകൂടുകയും അത് നമ്മുടെ ആരോഗ്യത്തെ ഹാനികരമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ രോഗത്താൽ കഷ്ടപ്പെടുന്ന ആളുകൾക്കും ഈ മൾബറി ഇല വളരെയധികം പ്രയോജനപ്രദമാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ കൊളസ്ട്രോൾ കുറയാനായിട്ട് സഹായിക്കുന്നു. കൂടാതെ വളരെയധികം ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ ഈ മൾബറി ഇലയിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിലെ കോശങ്ങളെ കേടുപാടുകളിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ചില വീക്കം പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ വീക്കത്തെ തടയാനുള്ള ചില ഗുണങ്ങൾ ഈ മൾബറി ഇലയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള രോഗാവസ്ഥകളിൽ നിന്ന് നമുക്ക് ആശ്വാസം ലഭിക്കുന്നു. അതിലെല്ലാം ഉപരിയായിട്ട് നമ്മുടെ കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് ഇത് സഹായിക്കുന്നു. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മൾബറി ഇലകൾ കരളിൻ്റെ ആരോഗ്യത്തെ പിന്തുണയ്ക്കാൻ സഹായിക്കുന്നു എന്നാണ്. നമ്മുടെ എല്ലാവരുടെയും നോട്ടത്തിൽ വളരെ നിസ്സാരക്കാരനാണ് ഈ മൾബറി. എന്നാൽ ഇതിൻ്റെ ഇലകളുടെ ഗുണങ്ങളെ സംബന്ധിച്ചാണ് ഇപ്പോൾ നാം കേട്ടത്. അതുകൊണ്ട് ഈ മൾബറി ഇല നമ്മുടെ ജീവിതത്തിൽ നമ്മളിതൊരു ആഹാരമാക്കുകയാണെങ്കിൽ ഇത് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ എല്ലാം വീടുകളിൽ നമ്മൾ ചേലയില തോരൻ വെച്ച് കഴിക്കാറുണ്ട്. അതുപോലെ ഇതിൻ്റെ തളിരില നമ്മൾ വൃത്തിയായി കഴുകിയെടുത്ത് അരിഞ്ഞ് തോരൻ വെച്ച് നമ്മുടെ ആഹാരത്തിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെയധികം പ്രയോജനപ്രദമാണ്. ഇത് ഡെയിലി ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ആഴ്ചയിൽ 2-3 ദിവസം മാത്രം നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുക. മൾബറി ഇലയുടെ ഗുണങ്ങൾ മനസ്സിലാക്കി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അറിയില്ലാത്ത ആളുകൾക്ക് ഈ വീഡിയോ ഒരു പ്രയോജനപ്രദമാകുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾ കണ്ട് എന്നെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്തതിന് ഞാൻ വളരെയധികം നന്ദി പറയുന്നു. തുടർന്നും എൻ്റെ വീഡിയോ നിങ്ങൾ കാണുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കണ്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.